ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്. നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ചും അതായത് എഞ്ചിൻ ഓയിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഗ്രീസിങ്ങിന് വേണ്ടി അഴിച്ചാണ് കേട്ടോ. നിലവിൽ ഇത് CVT ക്ലച്ചാണ്. അപ്പോൾ നമ്മൾ വേറെ ജനറലായിട്ട് സർവീസൊന്നുമില്ല, ക്ലച്ച് ഗ്രീസിങ് മാത്രം. കാരണം എന്ന് വെച്ചാൽ ഓട്ടം കുറവാണ് വണ്ടിക്ക്. അപ്പോൾ ഓട്ടം കുറവാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം CVT ക്ലച്ചിൻ്റെ പോർഷനാണ്. കാരണം നമുക്ക് ഈ സൈഡിൽ ഓയിലോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമുള്ളതാണെങ്കിൽ ഗ്രീസ് ചെയ്ത് വിട്ടോണം. കാരണം വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഓട്ടം കുറവാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ തുരുമ്പ് കാര്യങ്ങളൊക്കെ വരെയും ഡാമേജ് കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഓരോ പാർട്സും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഓരോ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ കാര്യങ്ങളൊക്കെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അതിന് അത്യാവശ്യം തുരുമ്പ് കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ കൈയോടെ നമ്മളത് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റിസെറ്റ് ഉണ്ട്. ക്ലച്ച് ഷൂവിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ബെൽറ്റ് കണ്ടോ, ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കൈയോടെ നമുക്കത് കൂട്ടത്തിൽ കൂടെ മാറ്റി വിടാനായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇതല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടിയിട്ട് നമുക്ക് പിന്നീട് വണ്ടി എടുത്ത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. ഈ കാര്യം അത്ര ലോങ് പോകണില്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടൽ, അത് എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടൽ വീണുണ്ട് കേട്ടോ. അപ്പോൾ ബെൽറ്റ് മാറ്റിയിടണമാണ് ബെറ്റർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ടയർ പ്രഷർ, എയർ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഒരു മൈനർ ചെക്കപ്പായിട്ടും കൂടി ചെയ്തേക്കാം കേട്ടോ. ജനറലായിട്ട് ഡീറ്റെയിൽ ചെക്കപ്പിൻ്റെ ആവശ്യമില്ല, കാരണം അതിനുള്ള ഓട്ടോ ഇല്ല വണ്ടിക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ.